അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മോളെ നുസൈബ, മോനെ ഷാമോനെ. ആ, ഉമ്മ വിളിക്കുന്നു. എന്താണാവോ? മോനെ. ആ ഉമ്മ ഇതാ വരുന്നു. ആ ഉമ്മ വിളിച്ചോ? മോനെ, ഞാനിട്ടൊരു കാര്യം പറയാൻ വരുന്നതാണ്. എന്തി ഉമ്മ? അല്ല, ഇനിയിപ്പോൾ ദിവസമില്ലല്ലോ, ഒന്ന് പറഞ്ഞു വരണ്ടേ അമ്മക്ക്? നമ്മൾ ഓരോ കാരണം കൊണ്ട് ഇങ്ങനെ ഇനിയിപ്പോൾ ഒന്ന് പോയി പറഞ്ഞു വരും എല്ലായിടത്തുനിന്നേ. എല്ലാ എളാമാൻ്റെ മൂത്താമാൻ്റെ ആപ്പാൻ്റെ ഒക്കെ ചെന്ന് പറയാം. ചെല്ലിഞ്ഞ് സമയമില്ല. മോനെ നവാസേ, മക്കളെ മാറ്റി കൊടുക്കടാ. നവാസും മക്കളും മുകളിലായിരുന്നു. ആ ഉമ്മ എന്ത്? അല്ലേ, ഞങ്ങളൊന്ന് ഉംറക്ക് പോകണമെന്ന് പോയി പറഞ്ഞു വരാം. ഞാൻ അതാണ് കഴിഞ്ഞ നേർച്ചക്കാണ്ട് വീടുമല്ലോ, അതൊക്കെ മനസ്സിൽ നെയ്യത്ത് വെച്ച് നിൽക്കുകയാണ്. നമ്മളങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കാൻ പറ്റൂല. ഇനിയിപ്പോൾ ദിവസമായില്ലേ, 4 ദിവസമല്ലേ ഉള്ളൂ. അപ്പോളേ എൻ്റെ കുട്ടി മക്കളൊന്ന് വലിയ ഇങ്ങോട്ട് വീടി ഡ്രസ്സ് എടുത്തിട്ട് നുസി മാറ്റിച്ചെടുത്തോളൂ. നുസിയെ, ഉമ്മാൻ്റെ കുട്ടികളൊന്ന് മാറ്റിച്ചെടുത്താണേ. ആ ഉമ്മ. മോളെ വാ. പെട്ടെന്ന് അവളെ കുളിപ്പിച്ച് ഫ്രഷാക്കി ഉടുപ്പൊക്കെ ഇടിയിച്ച് കൊടുത്തു. മോനെയും കുളിപ്പിച്ച് അവൾ മാറ്റി കൊടുത്തു. മാഷാ അല്ലാ, നല്ല സുന്ദര കുട്ടികളായിട്ടുണ്ട് കേട്ടോ മേമൻ്റെ കുട്ടികൾ. ആ, നല്ല രസമുണ്ടോ? സുന്ദരിയാക്കണല്ലോ മോള്. മേമ, എൻ്റെ ഉമ്മച്ചി എന്ന് വരിക? ഉമ്മച്ചി മുടി ഇവിടെ ഇങ്ങനെ കെട്ടിത്തരും. എങ്ങനെ മോളെ? ഇത് ഇവിടെ ഇങ്ങനെ മുടഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് തരും. ആ കുഞ്ഞു മോളുടെ സംസാരം കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞ നുസൈബക്ക് സങ്കടമാണ് വന്നത്. റബ്ബേ, ഇത്താത്ത ഒന്ന് വന്നിരുന്നെങ്കിൽ. പാവല്ലേ, മക്കൾ വിചാരിച്ചെങ്കിലും ഇത്താത്താക്ക് ഒന്ന് വന്നുകൂടങ്ങിട്ട് മക്കളെ ഒന്ന് കണ്ട. ഒന്നിനും വേണ്ട, ഒന്ന് അവരുടെ കൂടെ ഒന്ന് ഇരിക്കാൻ. എത്രയൊക്കെ തന്നെ നമ്മൾ സ്നേഹം കൊടുത്താലും പെറ്റ ഉമ്മമാർ കൊടുക്കുന്ന സ്നേഹം അത് ഏതൊരു ആൾ കൊടുത്താലും കിട്ടൂല. ഞാൻ അവരെത്ര സ്നേഹിച്ചാലും ഓലെ പെറ്റുമ്മ അതിന് പകരാവില്ലല്ലോ. സത്യം പറഞ്ഞ നുസൈബക്ക് അതിനെക്കുറിച്ചായി ചിന്ത. ഫസീലത്തെ പോയി കൊണ്ടുവരണം. എവിടെയാണെങ്കിലും അവർ ജീവിക്കട്ടെ സന്തോഷത്തോടെ. നുസൈബയുടെ നല്ല മനസ്സ് അതായിരുന്നു ചിന്തിച്ചിരുന്നത്. പഠിച്ചോൻ, എന്ത് കാര്യത്തിൻ്റെ പേരിലാണ് ഇവരിങ്ങനെ അവിടെയും ഇവിടെയും? മക്കളെ വിചാരിച്ചിട്ടെങ്കിലും ഇത്താക്കൊന്ന് വന്നൂടെ? വാ മക്കളെ. നുസൈബയുടെ പിന്നാലെ മക്കൾ ഇവിടെ ഇരിക്കട്ടോ. അപ്പോത്തിന് മേമ കുളിച്ച് ഫ്രഷായി മാറ്റിയിട്ടൊക്കെ വരാട്ടോ. നമുക്ക് എന്നിട്ട് ഒരുമിച്ച് നമ്മുടെ ഫാമിലിയിലേക്കൊക്കെ പോവണ്ടേ? മേമ എന്തിനാ പോകുന്നത്? അത് മേമയും നിങ്ങളുടെ അപ്പാപ്പയും ഉമ്മമ്മയും ഉംറക്ക് പോവാണ്. അത് മക്കത്തേക്ക് പോവാണ് വിമാനത്തിൽ. നിങ്ങൾ കുറേ വിമാനത്തിൽ പോയതല്ലേ? ആ, ഞങ്ങൾ പോയിരുന്നു. ഞങ്ങൾ എന്നും വിമാനത്തിൽ പോവാറുണ്ട്. ഉപ്പ ഞങ്ങളെ കൊണ്ടുപോവാറുണ്ടല്ലോ. ഉമ്മ വന്നാൽ ഞങ്ങൾ ഇനിയും പോകും. ആ, മക്കൾ ദുആ ചെയ്യട്ടോ. എന്നിട്ട് ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ദുബായിലേക്ക് തന്നെ തിരിച്ചു പോവാട്ടോ. ദുബായ് അല്ല മേമ, ഞങ്ങൾ ജിദ്ദയിലാണ്. ഓ ജിദ്ദയിൽ, ഓക്കെ. സൗദിയിലല്ലേ? ഓക്കെ ആയിക്കോട്ടെ. എൻ്റെ പൊന്നാര മക്കള്, നല്ല മക്കളായിട്ട് കുറച്ച് കഞ്ഞി തരട്ടോ. ഞാൻ കുറച്ച് കഞ്ഞി വെച്ചിട്ടുണ്ട്, ചോറൊന്നും വെച്ചിട്ടില്ല. മക്കൾക്ക് വിശക്കുന്ന് കരുതിയിട്ട് 10 മണിക്ക് കുറച്ച് ഉപ്പേരിയും കഞ്ഞിയൊക്കെ കുടിച്ചാൽ നല്ല മക്കളാവും. വരൂ, മക്കൾക്ക് ഞാൻ വാരി തരാം. നുസൈബ പെട്ടെന്ന് തന്നെ അവർക്ക് കഞ്ഞിയും ഉപ്പേരിയും കൊണ്ടുവന്ന് കൊടുക്കുന്നു. മേമ, എനിക്ക് എരിവുണ്ടോ? ഞാൻ കുറച്ച് മുളകിട്ടിട്ടുള്ളല്ലോ. ആ, നല്ലതാണ്. അത് ചെറിയ കുഞ്ഞു മുളകുണ്ടല്ലോ, നമ്മുടെ ചീനാപ്പറങ്കി മുളകല്ലേ, കാന്താരി മുളക്. എരിവുണ്ടോ? എന്നാൽ കൂട്ടണ്ട, ഇത് കഞ്ഞിങ്ങനെ കുടിക്കട്ടോ. നല്ല മക്കളാണ്. നാളെ മേമ നല്ല എരിവൊക്കെ കുറച്ചിട്ട് നല്ല ഇലക്കറി ഉണ്ടാക്കി തരാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ലതാണ്. ചീരയൊക്കെ പറിച്ചിട്ട് ഉണ്ടാക്കി തരാം കേട്ടോ. വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് നുസൈബ മക്കളെ നോക്കുന്നത്. ശരിക്കും ആ കാഴ്ച കണ്ട് നവാസ് നോക്കി നിന്ന് പോയി. റബ്ബേ, എൻ്റെ ഫസീലക്ക് പോലും ഇങ്ങനെ ഒരു സ്നേഹം മക്കളോടില്ലായിരുന്നു. നല്ല മക്കളായി കഞ്ഞിയൊക്കെ കുടിച്ച് ഉഷാറായിട്ട് അപ്പോത്തിന് മേമ കുളിച്ച് മാറ്റിയൊക്കെ ഫ്രഷായിട്ട് വന്നിട്ട് നമുക്ക് പോകണം കേട്ടോ. മേമ, നിങ്ങളെ പറ്റിക്കോ? പൊന്നു മക്കളെ, നമ്മളെ പറ്റിക്കോ? അപ്പം ഞങ്ങളെ കൊണ്ടുപോയില്ലല്ലോ മിഞ്ഞാന്ന്. ആ, അത് ഞങ്ങൾ ഒരു വീട്ടിലേക്ക് പോയതായിരുന്നു, മേമൻ്റെ വീട്ടിലേക്ക്. ഇനി അടുത്ത പ്രാവശ്യം കൊണ്ടുപോകുമ്പോൾ എന്തായാലും മക്കൾ 2 ആളെയും കൊണ്ടുപോകും കേട്ടോ. ഈ പ്രാവശ്യം ഉമ്മമ്മ പറഞ്ഞ് മക്കൾ പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോഴാണ്. അതാണ് കേട്ടോ, മേമയോട് പൊറുക്കൂലേ? പൊറുക്കും. അങ്ങനെ അതാ നുസൈബ മക്കൾക്ക് കഞ്ഞിയും ഉപ്പേരിയും എല്ലാം കൊടുത്ത് അതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച് അവൾ കുളിക്കുവാൻ വേണ്ടി പോയി. കുളി കഴിഞ്ഞ് അവൾ എത്തി, അവളുടെ റൂമിലെത്തി. പെട്ടെന്ന് ഷമ്മാസ് അങ്ങോട്ട് വന്നു. ഹേയ്, ആൾ ഉണ്ട്. അതിനെന്താ പെണ്ണേ?
ഞാൻ വന്നത് നിനക്കെന്താ പ്രശ്നം? അല്ല ഞാൻ ഡ്രസ്സ് ആ ആയിക്കോട്ടെ അതിനെന്താ ഡ്രസ്സ് മാറ്റിക്കോ. ഏത് ഡ്രസ്സാണെന്ന്? അല്ല ഞാനൊരു പഴയ നൈറ്റിട്ടാണ് അവിടുന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എനിക്ക് താഴെ ചുരിദാർ ഇടണം, പിന്നെ മേലെ പർദ്ദ ഇടണം. അതിനെന്താ പെണ്ണെ ഞാനല്ലേ. നിനക്കെന്താ ഇത്ര ടെൻഷന്? എനിക്ക് മടിയാണ് പ്ലീസ്. എന്താ എൻ്റെ ഹിജാബി, നിന്റെ മടി ഇപ്പോഴും മാറിയില്ലേ? സോറി പ്ലീസ്, എനിക്കൊന്ന് സ്വസ്ഥമായി ഒന്ന് മാറ്റണമെങ്കിൽ എനിക്കൊന്ന് മാറിത്തരണം. നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഡ്രസ്സ് കഴിക്കുമ്പോൾ എനിക്ക് മടിയാണ്. ഓ അങ്ങനെ ലജ്ജക്കാരിയാണോ? എങ്കിലേ ഞാൻ മാറിത്തരാം. പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടോ? ഒന്ന് പോ ഷമ്മുക്ക, മക്കൾ ഇവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങോട്ട് ചെന്നേ. ഷമ്മാസ് അവളെ ഒന്ന് നുള്ളി. പിന്നെ എനിക്ക് വേദനിച്ചാലുണ്ടല്ലോ. അവൾ പെട്ടെന്ന് വാതിൽ ഉള്ളിലേക്ക് കുറ്റിയിട്ടു. ഹോ എന്താ അപ്പോഴേക്കും തള്ളി തുറന്ന് വന്നിക്കാണ്. ഞാനാണെങ്കിൽ വെറും ആ നൈറ്റിയിൽ ഇങ്ങോട്ട് ഓടി വന്നതാണ്. അത് കണ്ട് ഓടിയതായിരിക്കും മൂപ്പര്. അവൾ അവളുടെ ഡ്രസ്സ് അഴിച്ച് ചുരിദാർ ഇടുന്നു. താഴെ നല്ല അടിപൊളി ചുരിദാറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊറ്റക്കിടാൻ അവൾക്ക് മടിയായത് കാരണം മുകളിൽ എപ്പോഴും ഒരു അബായ അതവൾക്ക് നിർബന്ധമാണ്. ഷമ്മാസ് അതാ വാതിലിൽ മുട്ടുന്നു. കഴിഞ്ഞില്ലേ? ഹലോ. ആ ഇതാ തുറക്കുന്നു. അവൾ വേഗം പോയി അതാ വാതിൽ തുറന്നു കൊടുക്കുന്നു. ആ കഴിഞ്ഞില്ല പെണ്ണെ? ആ കഴിഞ്ഞേക്കാ. പിന്നെ ഓഫ് മാഷാ അല്ലാ വെരി സൂപ്പർ. എന്താ അത് നല്ല അടിപൊളി കളറിൽ. എത്ര മനോഹര പെണ്ണെ ഈ ഡ്രസ്സിൽ നീ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കാണുമ്പോൾ. അണിഞ്ഞൊരുങ്ങിയിട്ടൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ചുരിദാർ ഇട്ടിട്ടേ ഉള്ളൂ. എന്ത് ഭംഗിയാ പെണ്ണേ നിന്നെ കാണാൻ. ബദറുൽ മോനീറിൻ്റെ ചേലില്. ഓ മതി, പാടണ്ട, പാട്ടൊന്നും പാടണ്ട. ഉമ്മ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഉമ്മ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പാട്ടൊക്കെ പിന്നെ ആക്കാം. എടി പെണ്ണേ, സത്യം പറഞ്ഞാൽ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. എന്താ? ഇളം നിറത്തിലുള്ള പർപ്പിൾ കളറാണ് അവൾ ധരിച്ചിരുന്ന ചുരിദാറിൻ്റെ നിറം. എടി പെണ്ണേ, ഈ പർപ്പിൾ കളറിൽ നിന്നെ കാണാൻ ഒന്നുകൂടെ ഭംഗിയുണ്ട്. വളരെയധികം മനോഹരമായിരിക്കുന്നു. ഇന്നാലേ ഈ ഡ്രസ്സ് ഇട്ടിട്ട് പോരണോ നമുക്ക് അങ്ങോട്ടൊക്കെ? അല്ല എന്താ നിങ്ങളീ പറയുന്നത്? പഠിച്ചറപ്പേ, അബായോ ഹിജാബ് ഇടാതെ ഞാൻ എങ്ങോട്ടുമില്ലേ. എനിക്കത് എപ്പോഴും സേഫ്റ്റിയാണ്. അത് എത്രയൊക്കെ തന്നെ നല്ല വിലപിടിപ്പുള്ള ഡ്രസ്സായാലും വേണ്ടില്ല. എന്തിട്ട് പെണ്ണെ, ഈ ഒരു പർപ്പിൾ കളറിൽ എന്ത് ഭംഗിയുണ്ട് നിന്നെ കാണാൻ. അതിലേക്ക് ആ ഷാളും കൂടെ ഇടുമ്പോൾ ശരിക്കൊരു രാജകുമാരി തന്നെ. ഷമ്മു എന്നെ വെറുതെ, എനിക്ക് അങ്ങനെ ഒന്നും ഇഷ്ടമല്ല കേട്ടോ, അറിയുന്നതല്ലേ. അതിനെന്താ പെണ്ണെ, കാറിലല്ലേ, നിനക്ക് എൻ്റെ കൂടെ ഇരുന്ന് പോന്നാൽ പോരെ? വീട്ടിലെത്തിയിട്ട് ഇറങ്ങിയാൽ പോരെ? ആ അത് ശരി, കാറ്. എന്തൊക്കെ തന്നെയായാലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇട്ടിട്ടേ പുറത്തിറങ്ങാവൂ. അതിപ്പോൾ എന്തൊക്കെ തന്നെയായാലും വേണ്ടില്ല. ഹോ സമാധാനമായി. എന്താ എന്തു പറ്റി? ഞാൻ നിന്നെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പെണ്ണേ. നീ സത്യം പറഞ്ഞാൽ ഈ ഡ്രസ്സിൽ അതീവ സുന്ദരിയാണ്. പക്ഷേ എനിക്കറിയായിരുന്നു നീ അങ്ങനെ പറയുമെന്ന്. ആ എന്താന്നില്ലേ, ഇനിയിപ്പോൾ പരീക്ഷിക്കാമല്ല. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇൻഷാ അല്ലാ ഞാൻ മരിക്കുന്നവരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഈ ഒരു ഹിജാബും അബായവും തന്നെയാണ്. അതെനിക്ക് ഒഴിവാക്കിയതിന് ഇഷ്ടമല്ല. അത് സത്യം പറയാം, എൻ്റെ ഫേസ് ഒന്നും ആരും കാണുന്നവർ എനിക്ക് ഇഷ്ടമല്ല. നിനക്ക് സൗന്ദര്യം കൊണ്ട് എനിക്ക് തോന്നുകയാണ്. ആരെങ്കിലും നോക്കിക്കഴിഞ്ഞ് നിന്നെ കണ്ണ് തട്ടുമോ കണ്ണ് വെക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. ഹേയ് അല്ല ഷമ്മു, ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. പക്ഷേ അതങ്ങനെ അങ്ങ് ശീലമായിപ്പോയി, അതാണ്. ഹോ എന്തൊക്കെ തന്നെയായാലും ഞാൻ ആഗ്രഹിച്ചതും നീ കൊതിച്ചതും എല്ലാം ഒന്നായിപ്പോയി അല്ലേ? നിനക്കെപ്പോഴും ആഗ്രഹം ഇങ്ങനെയുള്ള ഭർത്താവിനല്ലേ? അതെ സത്യമായിട്ടും എൻ്റെ ഇഷ്ടങ്ങൾ, അതായത് എനിക്ക് ഔറത്ത് മറിച്ച് നല്ല രീതിയിൽ നടക്കണം, അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഭർത്താവാകണം. അതാണ് ഞാൻ ആഗ്രഹിച്ചത്. അൽഹംദുലില്ലാ കിട്ടിക്കഴിഞ്ഞു. അവളതാ ഹിജാബ് അണിയുകയാണ്. ഷമ്മാസ് പറഞ്ഞു, നീ ഇവിടെ ഞാൻ കെട്ടിത്തരാം. അവളുടെ ആ മനോഹരമായ കണ്ണുകളിൽ തട്ടാതെ ഹിജാബ് അതാ ഷമ്മാസ് ഇട്ട് ബാക്കിലൂടെ കെട്ടിക്കൊടുക്കുന്നു. വാവ് അടിപൊളി. ശരിക്കും നീ ആരാ പെണ്ണേ, എന്ത് ഭംഗിയാ. സത്യം പറയട്ടെ, നീ നേരത്തെ ഡ്രസ്സ് ഇട്ട് നിന്നതിനേക്കാൾ ഒന്നും കൂടി മനോഹരമായിട്ടോ ഇതിട്ടപ്പോൾ. പിന്നെ എൻ്റെ രൂപം ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ട് എന്നോലിട്ടെന്ന് ഉമ്മപ്പ ചീത്ത പറയും. നിങ്ങളെന്ത് പെട്ടെന്ന്? ഇടീ ഞാൻ കുളി കഴിഞ്ഞ് വന്നില്ലേ, ഇനി എനിക്ക് ഡ്രസ്സ് മാറ്റാനല്ലുള്ളൂ. സാധാരണയായി ആണുങ്ങൾക്കാണ് വളരെയധികം ഈസി, പെണ്ണുങ്ങൾ വളരെയധികം
ടൈം എടുക്കും മാറ്റാനൊക്കെ വേണ്ടിയിട്ട്. ഇതെന്താ ഇത്രയധികം ടൈം എടുക്കുന്നത്? എൻ്റെ പെണ്ണിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. പിന്നെ ഇനിയധികം കാണാനൊന്നും പറ്റില്ല കേട്ടോ. ഉംറ കഴിഞ്ഞ് വന്നാൽ ഞാൻ ക്ലാസ്സിന് പോവാണ്. പിന്നെ രാവിലെ 7 മണിക്ക് എനിക്ക് പോകണം. വൈകുന്നേരം 6 മണിയാവും മോനെ എത്താൻ. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ എൻ്റെ ഹിജാബിയുടെ അടുത്തൊരു ഷോപ്പ് ഇടേണ്ടി വരുമോ? എനിക്കൊരു ഡൗട്ട്. അല്ല, അങ്ങനെയോ? ആ, നിൻ്റെ കോളേജിനടുത്തൊരു ഷോപ്പായാലെന്താ? എന്നാൽ പിന്നെ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് രാവിലെ പോകാം, തിരിച്ചു വരുമ്പോൾ ഒരുമിച്ച് വരികയും ചെയ്യാം. അല്ലെങ്കിൽ നിനക്ക് എൻ്റെ ഷോപ്പിലേക്ക് വരണം, നമുക്ക് രാത്രി ഇങ്ങോട്ട് പോയാൽ പോരെ? അല്ല, അതൊക്കെ റിസ്ക് അല്ലേ? റിസ്ക് എന്താ പെണ്ണേ? നിനക്ക് അവിടെ പഠിക്കാനും നിനക്ക് നിസ്കരിക്കാനും ഫ്രഷ് ആനൊക്കെയുള്ള റൂം സെറ്റാക്കിയാൽ പോരെ? അല്ല ഹിജാബി, അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ തന്നെ ഒന്ന് സെറ്റിൽഡ് ആയാലും നമുക്ക്. നിൻ്റെ ബാച്ച് കഴിയുന്നവരെ എന്താ, എങ്ങനെയുണ്ട്? പഠിച്ചോനെ നിങ്ങളങ്ങനെ പറയല്ലേ, ഉമ്മ ഒറ്റക്കാവൂലേ? ഉമ്മാനെ ഇട്ടിട്ട് പോകാൻ പറ്റൂലല്ലോ. അല്ല, മഗ്‌രിബായാലും വേണ്ടില്ല, ഉമ്മാൻ്റെ അടുത്ത് കണ്ട് എത്തണം. ഉമ്മാൻ്റെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ ഞാൻ പറ്റൂലല്ലോ. എന്തപ്പം ഇങ്ങനെ പഠിച്ചിട്ട് കാര്യം? വെറും ഭൗതികം മാത്രം നോക്കിയാൽ പോരല്ലോ, നാളത്തേക്കുള്ളൂ നമുക്ക് നോക്കണ്ടേ? തൻ്റെ ഭാര്യയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും ഷമ്മാസ് അജബാവുകയാണ്. റബ്ബേ, എങ്ങനെ കിട്ടി എനിക്കിവളെ? എനിക്കറിയുന്നില്ല. ഈ മക്കളിതെവിടെ? ഇപ്പോഴും മാറ്റിയൊരുങ്ങി. മോനെ, ഷാമോൻ, മുസിയേ. ആ, ഉമ്മ വിളിക്കുന്നു. ഉമ്മ, എൻ്റെത് കഴിഞ്ഞു കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇവിടെ ഒരാളിരിക്കുന്നു. എന്താ എൻ്റെ പൊന്നാറ് ഷാമോനെ ഈ ഇങ്ങനെ ഇരിക്കണതിൻ്റെ അർത്ഥം? വേഗം ഒന്ന് മാറ്റിക്കൂടി ചെക്ക. ആ ഉമ്മ, ഞാൻ മാറ്റണ്ടേ, എനിക്ക് ഡ്രസ്സ് ഇടാനേ ഉള്ളൂ. ഓ, എൻ്റെ പെണ്ണ് മാറ്റിയൊരുങ്ങല്ലേ നുസിയെ, മാഷാ അല്ലാ. മക്കളെ, അവൾ മക്കളുടെ അടുക്കിലേക്ക് ഓടിയെത്തി. പെട്ടെന്നതാ ഷമ്മാസ് അവളി വിളിക്കുന്നു. ഹിജാബി, എന്താ? അതെ, ഏത് ഡ്രസ്സിനടി? ഏതാ ധരിക്കേണ്ടത്? ഓ, നിങ്ങൾ ഒരു കന്തൂറ ഇട്ടോളൂ, അതായിരിക്കുന്നല്ലേ? ആ, ഉംറക്ക് പോകുമ്പോൾ ഇൻഷാ അല്ലാ അതാണ് ഞാൻ ഇടുന്നത്. നീ എത്ര ഇതായിട്ടും കാര്യമില്ല, അതിനെന്താ എനിക്ക് സന്തോഷമുള്ളൂ. അറബികളുടെ ലുക്കിൽ എന്ത് ഭംഗിയായിരിക്കും ഷമ്മുനെ കാണാൻ. അറബികളുടെ ലുക്കിലിങ്ങനെ സത്യം. ആയിക്കോട്ടെ പെണ്ണേ, അങ്ങനെയാണെങ്കിൽ അവിടെ എത്തിയ ഫുള്ള് ഞാൻ കന്തൂറായിരിക്കും കേട്ടോ ഇടുക. പിന്നെ അറബികളുടെ ഒരു കെട്ടും കെട്ട്, അപ്പം ശരിക്കും അസൽ ഷമ്മാസ് അറബി തന്നെ ആവും. ആ, ആയിക്കോട്ടെ. ഞങ്ങളെ മലേഷ്യയിലൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്യുമായിരുന്നു. അവിടെ പ്രത്യേകിച്ച് യൂണിഫോമും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച്. അങ്ങനെ ഞങ്ങൾക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. ആ ഗ്യാങ്ങിൽ പെണ്ണുങ്ങളുണ്ടായിരുന്നോ? നസീബയുടെ ആ ഒരു ചോദ്യം. പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ഫിലിപ്പൈൻസ്, ചൈന, അങ്ങനെയുള്ള പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓ, സുന്ദരികളായിരിക്കില്ലേ? സുന്ദരികളായിരുന്നു. അതിനിടയിൽ മിസിരി പെണ്ണുങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ മനോഹരമായ പെൺകുട്ടികളുണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോൾ അവള് മുഖം കനപ്പിച്ച്, ഓ, എന്നാ പിന്നെ അവരെ കെട്ടിക്കൂടൽ മതിയായിരുന്നോ? ആ, അവരെ കെട്ടാനോ? എൻ്റെ പെണ്ണെ, ദുനിയാവിൽ നമുക്ക് ഓരോ സ്ഥലത്ത് ഓരോ പടച്ച റബ്ബ് നമുക്ക് ഓരോ പെണ്ണിനെ കണക്കാക്കിയിട്ടുണ്ടാവും. അത് എവിടെയാണെന്ന് പഠിച്ചോ കണക്കാക്കിയതല്ലേ? എനിക്ക് കണക്കാക്കിയ പെണ്ണെ ഇവിടെ ആയിപ്പോയി. എന്താ, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടക്കേട് എന്തെങ്കിലും ഉണ്ടോ? ആ, എന്നിട്ടെന്തിനാ? ആ ഫിലിപ്പൈൻസിനെ കെട്ടാനാണോ? എന്നാ കെട്ടിക്കോളി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ പെണ്ണേ, ഇങ്ങനെയൊന്നും പറയലട്ടോ നീയേ. അല്ലാ, നീ ഇവിടെ വാടി പെണ്ണേ. ഞാൻ ഏത് ഡ്രസ്സ് ഇടണം പറ, ഏത് ഷർട്ടാ? എൻ്റെ ഷമ്മാസിന് ഡാർക്ക് ഇടുമ്പോൾ ഒന്നും കൂടി ഭംഗിയാണ്, ലൈറ്റ് ഇട്ടാൽ അതിലേറെ ഭംഗിയാണ്. നീ എന്നിങ്ങനെ കുഴക്കല്ലോ. ഇങ്ങനെ കുഴക്കുന്ന ക്വസ്റ്റ്യൻസിനല്ല, നീ പോയിക്കോ. തൽക്കാലം മോള് വിട്, ഞാൻ തന്നെ സെലക്ട് ചെയ്തോളാം. ഡാർക്ക് ഇട്ടാൽ കൂടുതൽ ഭംഗി, ലൈറ്റ് ഇട്ടാൽ അതിനേക്കാളും ഭംഗി. എന്താ ഞാൻ വിശ്വസിക്കുക? ഏതെങ്കിലും ഒന്ന് ഇട്. നമ്മളെ ഒരുപാട് വീടുകളിലേക്കൊക്കെ പോണില്ലേ? ആ, എന്നാൽ പിന്നെ പുതിയ ഷർട്ട് തന്നെ ആവാല്ലേ? അങ്ങനെ അതാ അവൾ സെലക്ട് ചെയ്ത ഒരു ഷർട്ട് ഷമ്മാസ് ധരിക്കുന്നു. എങ്ങനെയുണ്ട്? അടിപൊളി. അല്ലെങ്കിലും എൻ്റെ ഷമ്മാസ്ക എന്തിട്ടാലും നല്ല ഭംഗിയാണല്ലോ. കൊതിപ്പിക്കല്ലേ? ഏതെങ്കിലും പെണ്ണ് കൂടെ പോരുമോ? ഷമ്മാസിൻ്റെ തമാശ. അതിനെന്താ, കൂടെ പോരുകയാണെങ്കിൽ ആയിക്കോട്ടെ, നോ പ്രോബ്ലം. ഓഹ്, അങ്ങനെയൊക്കെ നീ പറയും. എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ മനസ്സിൽ ആണി അടിച്ച പോലെ ഉറപ്പിക്കുന്ന പെണ്ണാണ് നീയെ. ആരൊക്കെ തന്നെ എന്തൊക്കെ പറഞ്ഞാലും അതിൽ നിന്ന് നീ ഒഴിവാവില്ല, എനിക്ക് നന്നായിട്ടറിയാം. ഇനി അതിനെക്കുറിച്ചൊന്നും ഓർമ്മിപ്പിക്കണ്ട. ഇല്ല പൊന്നെ, ഞാൻ ഓർമ്മിപ്പിക്കല്ല, ഞാൻ പറഞ്ഞൊന്ന് മാത്രം. കുട്ടികളുടെ കളിചിരികൾ അതാ
കേൾക്കുന്നു. മേമ മക്കളെ വിളിക്കുന്നു. ആ ഷമ്മു ഞാൻ പോട്ടെ കേട്ടോ. അല്ല മക്കളെ എവിടെ? മേമയുടെ മക്കള് എവിടെ? എൻ്റെ പൊന്നു മക്കള്. ആ നല്ല മക്കളായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടോ? നല്ല മക്കളാണ് കേട്ടോ. അല്ല നല്ല ഡ്രസ്സിലൊന്നും ചളിയാക്കല്ലേ. നമ്മൾ പോവാണ്. എങ്ങോട്ടാ പോകുന്നറിയോ? നമ്മൾ കുറേ വീടുകളിലേക്ക് പോവാണ്. പോയിട്ട് നല്ല മക്കളായിട്ട് നമുക്ക് അവിടെയൊക്കെ പോയി തിരിച്ചു വരണം. ഡ്രസ്സൊക്കെ വിശക്കുന്നുണ്ടോ? എന്താ വേണ്ടത്? സാലഡ് നമുക്ക് കഴിക്കാട്ടോ. മക്കൾ ഇരിക്കും. മക്കളുടെ സന്തോഷം കണ്ട് ശരിക്കും നുസൈബ സന്തോഷിക്കുകയാണ്. റബ്ബേ പാവം, ഈ മക്കളുടെ ഉമ്മ ഒന്ന് വന്നിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നു. സത്യം പറഞ്ഞാൽ അവറ്റുകളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ എന്തൊക്കെയോ ഒരു പ്രതീക്ഷയുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ വരും എന്നുള്ളൊരു തോന്നൽ ആ മക്കളുടെ കണ്ണുകളിൽ കാണാം. വെറുതെ ആ മോള് പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സങ്കടമാണ്. ഇടയ്ക്കിടെ ചോദിക്കും, മേമ നമ്മൾ വീട്ടിലേക്ക് ഉമ്മച്ചി വരുമോ? ഉപ്പച്ചി പറഞ്ഞല്ലോ ഇനി വരില്ലാന്ന്. അതെന്താ? മക്കളെ അതൊക്കെ വരും കേട്ടോ. നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിച്ചവനോട് ദുആ ചെയ്തിട്ട് കൊണ്ടുവരണം. ഉമ്മച്ചിയൊക്കെ കൊണ്ടുവരണം കേട്ടോ. നിങ്ങൾ ഒരുമിച്ചൊരു ജീവിതം നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഗൾഫിലേക്കൊക്കെ പോകണം കേട്ടോ. അതാണ് മേമയുടെ ആഗ്രഹം. മേമയുടെ നല്ല മക്കളായി ആ മക്കൾ അടങ്ങിയിരിക്കുന്നു. എന്നാൽ നമുക്ക് എന്ത് നിങ്ങൾ ആപ്പാപ്പ മാറ്റി കഴിയാത്തത്? മോളെ നുസിയെ ഉമ്മ വിളിക്കുന്നു. ഉമ്മ നിങ്ങൾ ഒരുങ്ങിയില്ലേ? തരി ഉമ്മ, ഞാൻ ശരിയാക്കി തരാം. ഈ മഫ്ത കുറച്ചൊക്കെ തിരിഞ്ഞു പോയിട്ടുണ്ട്. ആ ഉമ്മക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ കെട്ടിത്തരാം. ഹിജാബ് ഇവിടെ ഇത് ടൈറ്റ് ഉണ്ടോ ഉമ്മ? ഇല്ലല്ലോ. ആ അല്ല ഉമ്മ, നിങ്ങൾ മുടിയൊന്നും ശരിക്കും വാർന്ന് കെട്ടിട്ടില്ലേ? ഇല്ല മോളെ, മുടി അതിനകത്ത് ഇല്ലേനും. പിന്നെ എന്ന് വെച്ചാൽ ഞാനണ്ട് കൂട്ടിക്കെട്ടി. അല്ല ഉമ്മ അതൊന്ന് കഴിക്കി. ഉമ്മാൻ്റെ മുടിയൊക്കെ ഒന്ന് വാർന്ന് റെഡിയാക്കി തരാം കേട്ടോ. വാർന്ന് മുടിഞ്ഞിട്ട് പോയൊരു സുഖമാണ് തലക്ക്. നനവുണ്ടോ? ആ നനഞ്ഞും ചെയ്തിരിക്കണല്ലോ. പെട്ടെന്ന് ഉമ്മയുടെ തലയിൽ ആ മഫ്തയും ഹിജാബും ഊരിയിട്ട് അതാ നുസൈബ ശരിയായി ഒന്ന് തോർത്തി കൊടുക്കുന്നു. അവളുടെ റൂമിലെ ചീർപ്പ് കൊണ്ടുവന്ന് നല്ല രീതിയിൽ ഉമ്മയുടെ മുടി വാരുന്നു. മുടി വാർന്ന് മുടഞ്ഞിട്ട് കൊടുത്ത് ഒരു ബണ്ണൊക്കെ വെച്ച് റെഡിയാക്കി കെട്ടിക്കൊടുക്കുന്നു. ഉമ്മ ഇനി ഇത് അത്ര അല്ലുത മുടി അഴിഞ്ഞ് താഴേക്ക് വരില്ല. ഉമ്മാൻ്റെ മുടി ഉള്ളില്ലെങ്കിലും നീളമുണ്ട്. അപ്പം ഇങ്ങനെ ചിലപ്പോൾ അഴിഞ്ഞ് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം മുടഞ്ഞിട്ട് നല്ല രീതിയിൽ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി തരി ഈ ഒരു മഫ്തയൊക്കെ ഇട്ടിട്ട് ഹിജാബൊക്കെ ഇടുമ്പോൾ നല്ലൊരു തലക്കൊരു സുഖം ഉണ്ടാകും. മറ്റേത് ആ ഒരു മുടി ഇങ്ങനെ ആകെ ഇതായി നിൽക്കുകയായിരുന്നു. മോളെ നേരമില്ലാത്തത് കൊണ്ടേ. ഉമ്മ നേരമില്ലെങ്കിലും അവനെ മുടിയൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഞാൻ വരൂലായിരുന്നു. അപ്പോൾ അതിന് നിങ്ങളിതിന് മഫ്തയൊക്കെ ഇട്ടത്? മോളെ ആ പണ്ടത്തെ കാലത്ത് കൊച്ചു കുട്ടികളൊക്കെ അങ്ങനെ ഇട്ട് പോവുമല്ലോ, അതുപോലെ മോളെ വയസ്സായില്ലേ ഒക്കെ മറക്കും. പിന്നെന്ന് വെച്ചാൽ പഴയ പോലെ അങ്ങോട്ട് ഇല്ലുമ്മ. എന്തൊക്കെ തന്നെയാലും നമ്മുടെ ശരീരവും മുടിയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഉമ്മയെ നല്ല രീതിയിൽ അതാ നുസൈബ അണിയിച്ചൊരുക്കുന്നു. ഷമ്മാസ് അതുകൊണ്ട് പുറത്തേക്ക് വന്നു. ആ എന്താ സുന്ദരിയായിട്ടുണ്ടല്ലോ. അതിനെന്താ ഉമ്മാനെ ശരിക്കും മുടിയൊക്കെ വാങ്ങുന്ന ശരിക്കും കെട്ടിക്കൊടുക്കാതെ വിടാൻ പറ്റുമോ? മുകളിൽ ഏതായാലും തട്ടോ ഹിജാബൊക്കെ ഇടും. ഉമ്മയുടെ ഹിജാബ് നല്ല കറക്റ്റായ രീതിയിൽ അതാ നുസൈബ കെട്ടിക്കൊടുക്കുന്നു. ഓഹോ, ഒരുങ്ങിയപ്പോൾ നുസൈബാനേക്കാളും സുന്ദരി എൻ്റെ ഉമ്മയാണോ എന്നൊരു സംശയം ഉണ്ടിട്ട് എനിക്ക്. അത് പിന്നെയല്ലേ, എൻ്റെ ഉമ്മ സുന്ദരിയാണല്ലോ. ഇത്ര സുന്ദരന്മാരായ മക്കളെ പറ്റേ ഉമ്മ സുന്ദരി ഇല്ലാതിരിക്കുമോ? നുസൈബ ചോദിച്ചു. ഈ പെണ്ണിൻ്റെ ഒരു തമാശ. അതേടി, ആദ്യം എൻ്റെ ഉമ്മ നല്ല സുന്ദരിയായിരുന്നു. ഇപ്പോൾ കുറച്ച് പ്രായം ഇപ്പോൾ കുറച്ച് കുറഞ്ഞതാ. ആര് പറഞ്ഞു? സൗന്ദര്യം ഒട്ടും കുറഞ്ഞിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. അതിൻ്റേതായ ഒരു തൻ്റെടും അതിൻ്റെതായ ഒരു കരുത്തും എല്ലാം ഉമ്മാക്കുണ്ട്. ഉമ്മ ഒന്ന് നോക്കിക്കേ ഈ കണ്ണാടിയിൽ. ഈ മോളുടെ ഒരു കാര്യം കണ്ണാടിയിലൊന്നും ഞാൻ നോക്കലില്ല. നോക്കുമ്മ, ഇതാ ഒന്ന് നോക്കിക്കേ. മാഷാ അല്ലാ, അത് ഞാൻ തന്നെയാണോ? ആ എൻ്റെ ഉമ്മ ശരിക്കും പ്രായം കുറഞ്ഞു വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞ സുന്ദരിയാണ് കേട്ടോ. ഈ ഷാമോനൊക്കെ പറ്റതല്ലേ, അപ്പം പിന്നെ സുന്ദരി ഇല്ലാതിരിക്കുമല്ലോ. എടി ഓലക്കൊല ബാപ്പാൻ്റെ ചേല. ബാപ്പ നല്ല സുന്ദരനായിരുന്നു. നീ കണ്ടിട്ടില്ലേ ഫോട്ടോയിൽ? ആ കണ്ടിട്ടുണ്ട്. എന്താ ഉമ്മ ഇത്ര സുന്ദരി അല്ല എന്നാണ് പറയുന്നത്? ഉമ്മയും സുന്ദരിയാണ്. അല്ല മോളെ, ബാപ്പയാണ് ഏറ്റവും സുന്ദരന്. സോറി, ഉമ്മാക്ക് പഴക്കലുണ്ടല്ലേ? ആ വയസ്സായില്ലേ മക്കളെ. ഉമ്മ വയസ്സ് എന്ന് പറഞ്ഞാൽ വെറും ഒരു അക്കം മാത്രമാണ്. ഉമ്മാക്കൊന്നും നല്ല സ്മാർട്ടാണ് ഉമ്മ എല്ലാ കാര്യത്തിലും ഇപ്പോഴും. ഓ എന്നാൽ നീ പോവല്ലേ മക്കളെ. നവാസേ മോനെ. നവാസ് എന്താ കിടക്കാൻ പോയോ വീണ്ടും? ആ ഉമ്മ എന്താ നീ ഉറങ്ങുമായിരുന്നു? ആ ഉമ്മ ഒരു രാത്രി ഉറക്കം കിട്ടിയില്ല. അപ്പം ഞാൻ എന്തൊക്കെയോ ഒരു പ്രയാസം.
അപ്പോൾ ഒന്ന് കിടന്നുറങ്ങായിരുന്നു. ഹോ, മക്കൾ നല്ല അസലായിരിക്കുന്നുണ്ടല്ലോ. മോനെന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ. ഉപ്പച്ചി ടാറ്റാ. അത് ആ കുഞ്ഞുമോള് ഉപ്പയോട് പറയണം, ഉപ്പ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും ഉപ്പച്ചി ഉമ്മയെ കൊണ്ടുവരുമോ? മകളുടെ ആ ഒരു ചോദ്യം കേട്ട് ശരിക്കും എല്ലാവരും ഒരു നിമിഷം പകച്ചുപോയി. പഠിച്ചോനെ, പാവം മക്കള്. നവാസ് പറഞ്ഞു, എൻ്റെ ഉമ്മാൻ്റെ സ്വഭാവം എന്നാണ് ശരിയാണത്, അന്ന് നമുക്ക് കൊണ്ടുവരണട്ടോ പൊന്നുമോളെ. വേണ്ടടാ മോനെ, കുട്ടികളോട് അങ്ങനെ പറയല്ലേ. കുട്ടികൾ എന്ത് പഴച്ചോ, പാവം മക്കളാണ്. മക്കളോട് നമ്മളൊന്നും പറയാൻ പാടില്ല. തള്ളാരും എന്തായാലും കാട്ടണ ഓരോ പരിപാടിക്ക് മക്കളൊന്നും അല്ലമ്മ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞു തന്നെയാണ്. എന്നാണ് ഓൾ ശരിയായി വരുന്നത് അന്നോളെ സ്വീകരിക്കാന്ന്, അതാ പറഞ്ഞത്. ആ ആയിക്കോട്ടെ, വരൂ കേട്ടോ ഉമ്മാൻ്റെ കുട്ടികളെ. ഉമ്മച്ചി വരൂ കേട്ടോ, വൈകാതെ തന്നെ, വിഷമിക്കണ്ട. അപ്പം അമ്മമ്മയും മേമയും ആപ്പാപ്പയും എല്ലാവരും ഉണ്ടല്ലോ, വൈകാതെ നിങ്ങൾ ഉമ്മച്ചി വരൂ കേട്ടോ, മക്കൾ വിഷമിക്കണ്ട. മക്കളെ ആശ്വസിപ്പിച്ച് ഉമ്മ ചെറിയ മോനെ അതാ നുസൈബ എടുത്തിരിക്കുന്നു. മറ്റേ മോളെ കയ്യിൽ പിടിച്ചുകൊണ്ട് അതാ മുന്നോട്ട്. ഉമ്മ കയറി, ഞങ്ങൾ ബാക്കിലിരിക്കാം അല്ലേ മോളെ. മോളെ ഉമ്മാൻ്റെ കുട്ടി മുന്നിലിരുന്നോളി. അല്ലമ്മ, ഉമ്മ ഇരിക്കി. ഉമ്മയെ കൈ പിടിച്ച് അതാ നുസൈബ ഹെൽപ്പ് ചെയ്യുന്നു. നുസൈബയും മക്കളും ബാക്ക് സീറ്റിൽ. മക്കളെ, നമ്മൾക്ക് ഇവിടെയാണ് രസമല്ലേ? അതെ മേമ, നല്ല രസമാണല്ലേ ബാക്കിൽ. ആ, നല്ല രസമുള്ള പാട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് പോവാലോ അല്ലേ? മോനെ ആദ്യം എടുക്കാടാ. നവാസ് അങ്ങോട്ട് വന്നിരുന്നു. മോനെ വാതിലൊക്കെ അടിച്ചിട്ട് എൻ്റെ കുട്ടി ഉറങ്ങണേ ഉറങ്ങിക്കോ. ചോറ് കുറച്ച് വെച്ചേക്കണേ അവിടെ. വലിയ കൊശൊന്നും ഉണ്ടാറിഞ്ഞൊരു മുട്ട എന്താ പൊരിച്ചോണ്ടി, ചോറും ഒരു കൂട്ടം കറിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം. ഇപ്പം മീനൊക്കെ ഉണ്ടാക്കാൻ നേരമില്ല ചേച്ചി, ചിക്കനും ഉണ്ട്. ഞങ്ങൾ പോയിരാ മോനെ. അങ്ങനെ അതാ അവർ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ നവാസ് വിചാരിച്ചു, റബ്ബേ ഞാൻ എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ, ഞാൻ പോവാണ്, ഞാൻ ഇവിടെ നിൽക്കണില്ല, ഗൾഫിലേക്ക് പോവുക, അതായിരിക്കും നല്ലത്. ഉമ്മയും ഷമ്മാസും നുസൈബയും മക്കളും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ ആ വീട് ആകെ നിശബ്ദമായി, ശൂന്യമായി. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ഫീലായിരുന്നു അവിടെ അവൻ അനുഭവിച്ചിരുന്നത്. നവാസിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പ്രയാസങ്ങൾ. റബ്ബേ, എനിക്ക് പെണ്ണുണ്ട്, മക്കളുണ്ട്, പക്ഷെ നിലവിലില്ല. എന്താ ചെയ്യുക? പ്രവാസിയാണെങ്കിൽ അങ്ങനെയാണ് വിചാരിക്കുക. പക്ഷെ എൻ്റെ ഭാര്യ, വല്ലാത്തൊരു, അവൾക്ക് എന്തിൻ്റെ ഒരു കുറവാണ്. അവൾക്ക് ഞാൻ എല്ലാ മാസവും എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് അവളെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കും. പോരാത്തതിന് എൻ്റെ ഗൂഗിൾ പേൻ്റെ നമ്പർ, കാര്യങ്ങൾ, അക്കൗണ്ട് നമ്പർ എല്ലാം അവൾക്ക് അറിയാം. ATM ഫുള്ള് എല്ലാ സൗകര്യവും അവൾക്ക് ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ചെയ്തു കൊടുത്തു. ക്യാഷ് ഒന്നൊരു കണക്കില്ലാതെ കൊടുത്തു, എന്തൊക്കെ തന്നെ ചെയ്തു. പക്ഷേ എന്താ ചെയ്യുക, അവൾ സ്വഭാവം അവളുടെ മാറിപ്പോയി. എൻ്റെ മക്കളെ വിചാരിച്ചിട്ടെങ്കിലും ഞാൻ വിചാരിച്ചു അവൾ വരുമെന്ന് ആദ്യമൊക്കെ. പിന്നീട് ഓരോന്ന് കേട്ടപ്പോൾ വരണ്ടാന്ന് തോന്നിപ്പോയി. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ജീവിതം ഒരു മടുത്ത പോലെയാണ്. എന്താപ്പോൾ? നവാസിൻ്റെ മനസ്സിൽ ഓരോ ചിന്തകൾ കൂടിക്കൊണ്ടിരുന്നു. അവൻ ഒറ്റയ്ക്ക് ആ ഒരു സിറ്റ് ഔട്ടിൽ ഇരുന്നു. റബ്ബേ, എന്താ എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം? എന്ത് കാര്യത്തിൻ്റെ പേരിലാണ് ഞാനിങ്ങനെ? എനിക്കറിയുന്നില്ല. മക്കളെ വിചാരിക്കുമ്പോഴാണ് പിന്നെയും പാവം. എല്ലാം ഇട്ടെറിഞ്ഞങ്ങ് പോയലോന്ന് വിചാരിക്കും. പക്ഷെ ഉമ്മയുടെ അടുത്താക്കി അവളുടെ അടുത്താക്കി ഒന്നും പോകണത് ശരിയല്ലല്ലോ. ഉമ്മാക്കാണെങ്കിൽ പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മക്കളെ നോക്കാൻ തക്കതായൊരാൾ വേണം. ഒന്നെങ്കിൽ ഓള് വരണം. പക്ഷെ അവളുടെ സ്വഭാവം, പക്ഷെ അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞ രീതി ഒന്ന് ആലോചിച്ചാലോ? ഒരു പക്ഷേ എൻ്റെ ഭാര്യ ഇനിയും വന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. എന്നോടൊരു സഹകരണവും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനത്തെ രീതിയിലാണ്. ഒന്ന് അടുക്കാൻ വരെ ചില സമയത്ത് പറ്റില്ല. ചീറ്റപ്പുലി പോലെ അങ്ങോട്ട് ചീറ്റും. എന്തിനാ എന്നെ തൊടാൻ വരുന്നത് എന്ന് പറഞ്ഞ്. എൻ്റെ ഒരു വിധി, അല്ല എന്ത് പറയാൻ, ഓരോരുത്തർക്കും ഓരോരുത്തല്ലേ. അൽഹംദുലില്ലാ. അപ്പം എൻ്റെ ഷാമോനെ കിട്ടിയ ഭാര്യ നുസൈബ. പഠിച്ച റബ്ബേ, അള്ളാഹുവേ, നീ അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്ക് റഹ്മാനെ. ആ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. എത്ര നല്ല ദാമ്പത്യമാണ് റബ്ബേ അവരുടേത്. അവനും അങ്ങനെ തന്നെ, അവളും അങ്ങനെ തന്നെ. രണ്ടുപേരും നല്ല സ്വഭാവത്തിനുടമകളായതുകൊണ്ട് നല്ല രീതിയിൽ പോവും. ഇത് എന്തൊക്കെ തന്നെയായാലും ഓരോരുത്തർക്കും ഒരു ഭാഗ്യമാണ്. എൻ്റെ ഫൈസലിൻ്റെ ഭാഗ്യദോഷം എന്ന് പറഞ്ഞാൽ മതി. എൻ്റെ ഫൈസൽ കാട്ടിയൊരു പണി, ഓന് വല്ലാത്തൊരു ചെറ്റത്തര ചെയ്തു പോയത്. ഒരിക്കലും ഒരാളും ചെയ്യാത്ത സംഭവം. എന്തൊക്കെ തന്നെയാലും എൻ്റെ ക്ഷാമവും ബുദ്ധിയുള്ള കുട്ടിയായതുകൊണ്ട് ഇവളെ കിട്ടി. അല്ലെങ്കിലേ നവാസ് ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു.
ഉമ്മയും ഷമ്മാസും നുസൈബയും മക്കളും അതാ യാത്രയിലാണ്. ഉമ്മ പറഞ്ഞു നവാസിൻ്റെ കുട്ടി ഒറ്റക്കാണ് അവിടെ, ഇന്നാണെങ്കിൽ ലീവാന്നും പറഞ്ഞു, രാത്രി എന്തോ കുറേ ഉറക്കം വെച്ചു എന്തൊക്കെ പറഞ്ഞ് ഓൻ ഒറ്റക്കാകുമ്പോൾ ഓനൊരു മൂഡ് ഓഫ് ഇക്കാരം. എന്തെങ്കിലും ഒന്ന് റബ്ബെ നീ കാട്ടിക്കൊണ്ടാ. കാരണം മക്കൾ ഉണ്ട് ശരിയാണ്, ഇനിയിപ്പോൾ മക്കളെ കുറച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ മദ്രസയൊക്കെ ചേർത്തേണ്ടി വരും. അപ്പോഴും എൻ്റെ കുട്ടി ഒറ്റപ്പെടല്ലേ. ഓള് വന്നാലും എൻ്റെ കുട്ടിയെ പരിഗണിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. റബ്ബേ എൻ്റെ കുട്ടീൻ്റെ കാര്യത്തിനും കൂടി ഒരു തീരുമാനം. ഷാമോനെ ഞമ്മക്കിടാവുന്ന ആലോചിച്ചാലോ? എളാമ പറഞ്ഞേ ആ കുട്ടി നമ്മൾ ഇന്ന് ഏതായാലും ഉംറക്ക് പോവാണ്, ഉംറ പറയാൻ പോക്ക് പറയാൻ പോകണം. അപ്പോൾ അവളുടെ അടുത്തേക്ക് ഏതായാലും കയറണം. അപ്പോൾ ഓല അയൽവാസി എന്നല്ല പറഞ്ഞത്. ഞമ്മക്ക് ആ പെണ്ണിനെ ഒന്നുകൊണ്ട് പോയി നോക്കിയാലോ? ഉമ്മ ഇത്താത്ത വരുമോ നോക്കുക. ഇത്ര പെട്ടെന്ന് മോനെ ഇനി എങ്ങനെ വരാൻ, വന്നാലും ഓള് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും. ഉമ്മ അതൊക്കെ നിങ്ങളിഷ്ടം, നവാസ്കാരോടൊന്ന് ചോദിച്ചോളി, എന്നിട്ട് പോയി നോക്കിക്കോളിന്ന്. അല്ല മോനെ പാവങ്ങളാണ് എന്തൊക്കെ പറഞ്ഞു കേട്ട്, സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ പേരിലേ കെട്ടിക്കാതൊക്കെയാണ്. അനിയത്തിമാരൊക്കെ ഉണ്ട്, മൂത്ത കുട്ടിയാണെന്നൊക്കെ പറഞ്ഞത്. എന്തൊക്കെയാവാം. ഉമ്മ മക്കളെ നോക്കാൻ എന്തൊക്കെ തന്നെ ഉപദ്രവിക്കുകയാണെങ്കിലൊക്കെ സ്വന്തം ഉമ്മ കയറണത്ര വരൂലമ്മ. അത് കേട്ട് നുസൈബയും അതെ ഉമ്മ അത് ശരിയാണ്, സ്വന്തം ആരൊക്കെ തന്നെ മക്കളെ നോക്കണമെങ്കിലും സ്വന്തം പെറ്റ ഉമ്മ നോക്കണേ ആ ഒരു ഇത് കിട്ടൂല. അത് ശരിയാണുമ്മ. എങ്ങനെയെങ്കിലും ഫസീലത്തെ നന്നാക്കി കൊണ്ടുവരിക, അതായിരിക്കും നല്ലത്. മോളെ അനക്കുള്ള സ്വഭാവം അറിയായിട്ടാണ് ഉമ്മ, സ്നേഹം കൊണ്ട് എല്ലാം ശരിയാക്കി എടുത്തൂടെ? ഫസീലത്തെ നല്ല രീതിയിൽ കൊണ്ടുവരാം. ആ മക്കളുടെ ഉമ്മ തന്നെയല്ലേ. ഇനിയിപ്പോൾ ആരൊക്കെ തന്നെ കാണാൻ പോവുകയാണെങ്കിലും അത് അവരുടെ ഉമ്മാക്ക് പകരാവില്ലല്ലോ. മക്കളെ ഉമ്മച്ചിയെ കൊണ്ടുവരണോ അതോ വേറെ ഉമ്മച്ചിയെ കൊണ്ടുവരണോ? നുസൈബ ചോദിച്ചു. മേമ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉമ്മച്ചിയെ മതി. കേട്ടില്ലുമ്മ, നമുക്ക് ഇൻഷാ അല്ലാ അതന്നെ റെഡിയാക്കി കൊണ്ടുവരാം. എന്തായാലും ഉമ്രയൊക്കെ ഒന്നത് കഴിയട്ടെ ഇൻഷാ അല്ലാ. എനിക്ക് ഏറ്റവും ഇഷ്ടം അതന്നെയാണ് മോളെ. പക്ഷേ ഓളെ ഈ സ്വഭാവം കാട്ടിക്കൂട്ടലും കാണുമ്പോഴേ മനുഷ്യരാകെ വെറുക്കണേ. ഉമ്മ ഇൻഷാ അല്ലാ ഏതായാലും ഉമ്ര കഴിയട്ടെ, എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം തീരുമാനിച്ചിട്ട് കൊണ്ടുവരാം. അല്ല മോളെ അപ്പോൾ ഇന്നൊന്ന് പോയി വയ്ക്കാലോ? ഉമ്മ അത് പോയി നോക്കണോ? ഇനി ഉമ്മ വേണമെങ്കിൽ വെറുതെ ഒന്ന് പോയി നോക്കിക്കോണ്ടി, ഒന്ന് കണ്ടു പോരാലോ. അഥവാ ഇനി താത്ത ഇനിയും ഇടഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ നമുക്ക് നോക്കുകയും ചെയ്യാം. എന്തേ മോളില്ലേ? ഉമ്മ ഞാനില്ല ഉമ്മ, എനിക്കത് ഇടങ്ങാറാണ് സത്യമായിട്ടും. എന്നായിക്കോട്ടെ, ഞാനും ഏളാമയും കൂടി ഒന്ന് പോയി നോക്കിയിട്ട് വരാം. എന്നിട്ട് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വെറുതെ ഒന്ന് കാണാൻ പോയി വരിക. ഇൻഷാ അല്ലാ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പുതിയ തീരുമാനങ്ങളുമായി അതാ നുസൈബയും ഉമ്മയും ഷമ്മാസും മുന്നോട്ട് പോകുന്നു. മോനെ ആദ്യം മൂത്താപ്പാൻ്റെ അവിടെ നിർത്താം, മൂത്താപ്പ കുറച്ച് ദൂരെയാണ്. ഉപ്പാക്ക് വതിലുള്ളല്ലേ, ആദ്യം മൂത്താപ്പാനോട് കാര്യങ്ങളൊക്കെ പറയാം, എന്നിട്ട് പോവല്ലോടത്ത് കിട്ടോ. ആ ഉമ്മ നേരിയതാ ഒരു വീടിൻ്റെ വിശാലമായ മുറ്റത്തേക്ക് ഷമ്മാസ് കാറ് കൊണ്ടുപോകുന്നു. അവരൊക്കെ വിളിച്ചതാണ് ചെല്ലാൻ പറഞ്ഞിട്ട്, പക്ഷേ വരാന്ന് വാഹനത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് അതാ അവിടെ വാതിൽ തുറക്കുന്നു. ഒരു കുട്ടിയാണ് വന്നത്. അല്ല ഉമ്മ ആരൊക്കെയോ വന്നിട്ടുണ്ട്. പഠിച്ചോനെ ആരാണ്? മൂത്താപ്പയുടെ മരുമകളായിരുന്നു അത്. അല്ല ഇതാരാ? എളാമേ ഇങ്ങോട്ട് കയറിക്കോളി. ഉമ്മ ഉപ്പ ഇതാ എളാമ ഓരൊക്കെ വന്നിക്കണ്. അല്ല ഓല് വന്നോ? പഠിച്ചോനെ ഞാൻ എത്ര ദിവസമായി മക്കളെ വിളിക്കണേ. മോനെ ഷാമോനെ എടി കയറിക്കോ, ഇരിക്ക് മോളെ, കയറി ഇരിക്കി. എന്തൊക്കെയാ വർത്താനം? ഞാൻ എന്നും ഇങ്ങനെ പറയും വിളിക്കണം ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയും. അതിനെന്താ, ഞങ്ങൾ വന്നല്ലോ. മോളെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർഡർ ചെയ്യേ. അതെ മൂത്താപ്പ എന്തൊക്കെയാ സുഖല്ലേ? മോളെ സുഖം തന്നെ. എന്തൊക്കെയാ കുട്ടീൻ്റെ വർത്താനം? നല്ല സുഖമാണ് അൽഹംദുലില്ലാ. മൂത്തമ്മ എവിടെ? മൂത്തമ്മ തപ്പ് വരും. മൂത്തമ്മ നിസ്കരിക്കായിരുന്നു. നേരെ നുസൈബ മൂത്തമ്മയുടെ അടുക്കലെത്തി. മൂത്തമ്മ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോളെ എൻ്റെ റബ്ബേ, മൂത്താപ്പാക്ക് എപ്പോഴും പരാതിയാണ് ഓലെ വിളിച്ചിട്ടില്ല എന്ന്. ഞാൻ മോളെ വിളിക്കായിട്ടല്ലല്ലോ. അത് ഷാമോൻ പറഞ്ഞ് നമുക്ക് എല്ലാ വീട്ടും ഒരു ദിവസം പോവാന്ന്. അങ്ങനെയാണ്. എന്നാലും മക്കളെ നിങ്ങളൊന്ന് മുണ്ടി പറഞ്ഞ് വരണ്ടേ? എന്തൊരു വരവാ ഇത്. എന്താ അമ്മ? ഒരു വിഷമം ഇല്ല, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാലും മൂത്തമ്മാനും മൂത്താപ്പനെ കാണാൻ കഴിയുന്നതിന് വലിയൊരു ഭാഗ്യമല്ലേ. ഉപ്പാനെ കാണാത്തതിന് പകരം മൂത്താപ്പാനെ മുഖത്തേക്ക് നോക്കിയാൽ മതിയെന്ന് ഉമ്മ എപ്പോഴും പറയാറുണ്ട്.
ഉപ്പാനെ കാണാനുള്ള ഭാഗ്യമില്ലല്ലോ. മൂത്താപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് ഷമ്മാസ് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. മൂത്താപ്പ. അദ്ദേഹത്തിൻ്റെ ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെയാണ് ഷമ്മാസ് കണ്ടത്. ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞ് മോനെ, ഷാമോനെ. ആ വിളി ശരിക്കും ഉപ്പയുടേതുപോലെ അവൻക്ക് തോന്നി. ഉപ്പ. അറിയാതെ അവൻ വിളിച്ചു. മൂത്താപ്പയുടെ കണ്ണിൽ കണ്ണുനീർ വന്നു. തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ കാണുന്ന പോലെ അവൻക്ക് തോന്നി. അദ്ദേഹത്തെ അവൻ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. മോനെ, കരയല്ലേ, സാരില്ല. നമ്മളൊക്കെ വിട്ട് പെട്ടെന്ന് എൻ്റെ കുട്ടി പോയില്ലേ, സാരില്ല. പഠിച്ചവന് ഓൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. നല്ല സ്നേഹമുള്ളൊരു മനുഷ്യനാണ് എൻ്റെ കുട്ടി. എൻ്റെ അനിയന് അധികം പ്രായമായിട്ടൊന്നല്ല. അപ്പോത്തിന് നമ്മളൊക്കെ ഉപേക്ഷിച്ച് ഓൻ പോയി. ഓൻ്റെ മൂത്തതായിരുന്നല്ലോ ഞാൻ. എന്നെ പഠിച്ചോൻ കൊണ്ടുപോയില്ല. എനിക്കായിരുന്നു അസുഖവും കാര്യങ്ങളും. എൻ്റെ കുട്ടിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഒരു മൂത്താപ്പ. മോൻ വിഷമിക്കല്ലേ. മോൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചോ നല്ല രീതിയിൽ റാഹത്താക്കി തരും. മൂത്താപ്പ ദുആ ചെയ്യാം. ഉംറക്ക് പോവാണല്ലേ, നമുക്ക് വേണ്ടി ദുആ ചെയ്യണം. മോനെ, അവിടെ പോയി മരിക്കാനാണ് എനിക്ക് ആഗ്രഹം. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരാൻ ആഗ്രഹമില്ല. ഇൻഷാ അല്ലാഹ് അടുത്തുള്ള ഹജ്ജിന് പോകാം. മൂത്താപ്പാക്ക് ആഗ്രഹമുണ്ട്. തൻ്റെ പിതാവിൻ്റെ അടുക്കൽ ഇരിക്കുന്നത് പോലെ തന്നെയാണ് മൂത്താപ്പയുടെ അടുക്കൽ ഇരുന്നപ്പോൾ ഷമ്മാസിന് തോന്നിയത്. എന്താണെന്നറിയില്ല, തൻ്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് അത്രയധികം ആയുസ്സുണ്ടായില്ല. പെട്ടെന്ന് പോയി ഞങ്ങളെല്ലാം വിട്ട്. റബ്ബേ, എൻ്റെ ഉപ്പയുടെ ഖബറിടം നീ സ്വർഗ്ഗപ്പൂന്തോപ്പാക്ക് അല്ലാ. ഷമ്മാസ് അപ്പോഴും ദുആ ചെയ്തു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.